ഹായ് ഹലോ അസ്സാം വലൈക്കും. വീട്ടിൽ തന്നെ കായ്ച്ച ഒരു ചെറുനാരങ്ങൻ്റെ വിശേഷമാണ് പറയുന്നത്. ഉമ്മാൻ്റെ കൃഷിയിടത്തിൽ പിടിച്ചതാണ്. അപ്പോൾ ഉമ്മ തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ വളവും അതിൻ്റെ രീതികളൊക്കെ ഉമ്മ വിശദീകരിച്ച് പറഞ്ഞുതരും. ഹലോ, നമസ്കാരം എല്ലാവരോടും. ഈ വോയിസ് കുറിപ്പായിട്ട് ഞാൻ വന്നത് നമ്മളെ വീട്ടുമുറ്റത്ത് വീട്ടുപറമ്പിൽ ചെറുനാരങ്ങ എങ്ങനെ വെച്ച് പിടിപ്പിക്കാം എന്ന ഒരു കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നത്. നമ്മളെ നിത്യ ഉപയോഗ സാധനത്തിൽ ഉൾപ്പെട്ട ഒന്നാണ് ചെറുനാരങ്ങ. പല മരുന്ന് ആവശ്യത്തിനായാലും അധിക ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കാം അല്ലേ. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾക്ക് എങ്ങനെ വെച്ച് പിടിപ്പിക്കുക, അതിനെങ്ങനെ കെയർ ചെയ്യുക എന്ന ഒരു വോയിസുമാണ് ഞാനിവിടെ ഇടുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ 2 പ്ലാന്റാണ് കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി മാസം വാങ്ങി വെച്ചത്. നല്ല ലെയർ ചെയ്ത പ്ലാന്റ് പ്രത്യേകം ചോദിച്ച് വാങ്ങണം. ലെയർ ചെയ്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ നല്ല പ്രായമുള്ള നല്ലോണം പിടിക്കുന്ന ചെറുനാരങ്ങ മരം കട്ട് ചെയ്ത് അവിടെ മണ്ണും വെച്ച് കെട്ടി അവിടെ വേര് പിടിപ്പിച്ച് കട്ട് ചെയ്ത് എടുക്കുന്ന മരമാണ് ഈ ലെയർ ചെയ്ത മരം. അത് പ്രത്യേകമായിട്ട് ചോദിച്ച് വാങ്ങണം. ആ മരത്തുമ്മ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കായും പൂവും ഉണ്ടാവുകയും നമുക്ക് പെട്ടെന്ന് അതിനുള്ള ഉൽപ്പാദനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് 2 ചെറുനാരങ്ങ മരം കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരിയിലാണ് ഞാൻ വാങ്ങിയത്. ഈ കാണുന്ന ഈ 2 മരവും അതാണ് 2:1 മണലും 1:2 വളവും 1:2 ചേരിച്ചോറും ഉൾപ്പെടുത്തി എല്ലാം. വളമെന്ന് പറഞ്ഞാൽ വളമെന്ന് പറഞ്ഞാൽ കുമ്മായം, വേപ്പൻ പുണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, 1:2 2:2 മണൽ 1:2 ചേരിച്ചോറ് എല്ലാം മിക്സ് ചെയ്ത് ചട്ടി അരക്കടം മാത്രമേ നിറക്കാൻ പാടില്ല. കൂടുതൽ ഫുള്ളാക്കാൻ പാടില്ല. അരക്കടം നിറച്ച് കഴിഞ്ഞാലേ നമുക്ക് 2-3 മാസം 5-6 മാസം കൂടുമ്പോൾ കുറേശ്ശെ വളവും മണ്ണും ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കാൻ പറ്റും. നിറച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ വളവും മണ്ണിട്ട് കൊടുക്കുക. അതുകൊണ്ട് അരക്കടം മാത്രമേ നിറക്കാൻ പാടുള്ളൂ. 3 മാസം കൂടുമ്പോൾ ഒന്ന് വേരൊക്കെ കൊത്തിക്കളച്ച് കുമ്മായക്കത്തി പോലത്തെ ഉപകരണത്തോട് കൊത്തിക്കളച്ച് അതിൽ ചേർത്ത് കൊടുക്കണം. വേപ്പിൻ പുണ്ണാക്കും എല്ലുപൊടിയും കുമ്മായം 3 ചേർത്ത് കൊടുക്കണം. നമ്മൾ വീട്ടാവശ്യത്തിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോട്, പഴത്തൊലി, ഇതിൻ്റെ എല്ലാം വേസ്റ്റ് കൊണ്ടുപോയിട്ട് മരട്ടിലിട്ട് കൊടുത്താൽ അത് കമ്പോസ്റ്റായി നല്ല വളമായി അത് മാറും. എൻ്റെ ചെറുനാരങ്ങയിൽ ജനുവരി മുതൽ തന്നെ പൂവിടുകയും കായ്ക്കാനും തുടങ്ങി. കൂടുതലായിട്ടൊന്നും പിടിച്ചിട്ടില്ല, 1 വർഷമേ ആവുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ജനുവരി ഡിസംബറിൽ തന്നെ പൂക്കാൻ തുടങ്ങി. ഈ ഏപ്രിൽ തന്നെ അതിൻ്റെ വിളവെടുപ്പെടുത്ത് ഇപ്പോൾ ഇനിയും കുറേ കായ്ക്കുകയും പൂക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 മാസം കൂടുമ്പോൾ ഒന്ന് കളച്ച് കൊടുത്ത് കുറച്ച് വളം ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. ചാണകപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ ഉള്ള എല്ലാ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നമുക്ക് അതിൽ നിന്ന് തന്നെ പറിച്ച് എടുക്കുക. അത് കാണും തോറും നമ്മൾക്ക് മനസ്സിന് സന്തോഷം, പറിക്കും തോറും സന്തോഷം, ഉപയോഗിക്കും തോറും സന്തോഷം. എല്ലാം നല്ലത്, എല്ലാ കാര്യത്തിനും നല്ല സന്തോഷം തന്നെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വോയിസ് കേട്ട ഉടനെ, എൻ്റെ വീഡിയോ കണ്ട ഉടനെ എല്ലാവരും 2 ചെറുനാരങ്ങ പ്ലാന്റ് വാങ്ങുകയും അതിനെ ഒരു അരമണിക്കൂറത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. 2 ചട്ടിയിലാകെ പെയിൻറ്റ് ബക്കറ്റിലും ആക്കി വെക്കുകയും
നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം ഒന്നാമത്. രണ്ടാമത് ലെയർ ചെയ്ത പ്ലാന്റ് വാങ്ങണം. ഞാൻ കണ്ണൂർ കൃഷിദൈവം വണ്ടിയിൽ നിന്ന് ശ്രീനേട്ടനോടാണ് ഈ പ്ലാന്റ് വാങ്ങിയത് രണ്ടും. വാങ്ങി വെക്കുമ്പോൾ ഇങ്ങനെ ചെറുനാരങ്ങ പിടിക്കൂ, അത് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്കപ്പോൾ പറിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ വോയിസ് കേട്ട എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല വോയിസുമായിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. ഉമ്മാൻ്റെ ഓഡിയോ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഇത് വളരെ വലിപ്പമുള്ളൊരു ചെറുനാരങ്ങയാണ്. അതുപോലെ തന്നെ ഇതിൽ കുരുവൊന്നുമില്ല, നല്ല നീരുണ്ട് ഈ ചെറുനാരങ്ങയിൽ. വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കൂടുതൽ വീഡിയോസ് കൃഷിനെ കുറിച്ചിട്ടും ഫുഡിൻ്റെയും കുറേ വീഡിയോസ് എന്തായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.